യുവനടി അഞ്ജു കൃഷ്ണയടക്കം 8 പേർ ലഹരി മരുന്നുമായി ചെന്നൈയിൽ അറസ്റ്റിൽ. തമിഴ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ വിൻസി നിവേദ ഉൾപ്പെടെ 6 യുവാക്കളും ഇവരോടൊപ്പം അറസ്റ്റിലായിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പിടിയിലായത്. ജോജു നായകനായ ആരോ എന്ന സിനിമയിൽ അടക്കം അഭിനയിച്ച നടിയാണ് അഞ്ജു. ചെന്നൈ വലസരവാക്കത്തു നിന്നാണ് അഞ്ജു കൃഷ്ണ അടക്കം 8 പേരെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിഘ്നേശ്വരൻ എന്ന ഒരാളെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേശപ്പാക്കം സ്വദേശിയാണ്. ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് ഇയാൾക്ക് ലഹരി മരുന്ന് നൽകുന്നത് വെങ്കടേഷ് കുമാർ എന്ന മറ്റൊരു വ്യക്തിയാണ്, പോരൂരിൽ നിന്നുള്ള വ്യക്തിയാണ് എന്ന് ഇയാൾ മൊഴി നൽകി. ഇതേ തുടർന്ന് മസ്തിയിൽ പോലീസ് സംഘം വെങ്കടേഷ് കുമാറിനെ സമീപിക്കുകയും ലഹരി മരുന്ന് വേണം എന്ന് ആവശ്യപ്പെടുകയും ാണ് ചെയ്തത്. അങ്ങനെ ഒരു വലസരവാക്കത്തുള്ള ഒരു ആവിൻ മിൽക്ക് ബൂത്തിന്റെ അടുത്തേക്ക് വരാൻ ഇയാൾ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് വെങ്കടേഷ് കുമാർ ഒരു കാറിൽ ചില ആളുകളുമായി വരികയും അവിടെ വെച്ച് ഈ പോലീസുകാർക്ക് ലഹരി മരുന്ന് കൈമാറുകയുമാണ് ചെയ്തത്. അതിനിടയിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വാഹനത്തിലുണ്ടായിരുന്ന കാർത്തിക് രാജ്, ശ്രീറാം, അൽവിൻ ബിൻഷാ, വിൻസി നിവേദ, അഞ്ജു കൃഷ്ണൻ, അതോടൊപ്പം തന്നെ യശ്വന്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഞ്ജു കൃഷ്ണ തമിഴ് സിനിമ വെള്ളിമല എന്ന ചിത്രത്തിലും മലയാളത്തിലെ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ മലയാളത്തിൽ ജോജു നായകനായ ആരോ എന്ന സിനിമയിൽ 2024 പുറത്തിറങ്ങിയ സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ തമിഴ് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ വിൻസി നിവേദയും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഈ റെയ്ഡിനിടയിൽ ഇവരിൽ നിന്ന് 7 ഗ്രാം മെത്താംഫെറ്റമൈൻ, അതോടൊപ്പം തന്നെ 7 ഗ്രാം OG കഞ്ചാവ്, 15 ഗ്രാം കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. 9 മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്.